നമസ്കാരം ഗൈസ്, എല്ലാ കൂട്ടർക്കും വാസ് ഗെയിമിംഗ് ഒപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം എങ്ങനെ 7 ദിവസം കൊണ്ട് പ്രോ ആവാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി പോണേ. ഒരു 100ഓളം ഫ്രണ്ട്സ് കമൻറ്റ് ഇട്ടായിരുന്നു എങ്ങനെ നന്നായിട്ട് എയിം ചെയ്യാം, എങ്ങനെ നല്ല മൂവ്മെൻറ്റ് എടുക്കാമെന്നൊക്കെ. അതിനുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോൾ വീഡിയോയുടെ ടൈം എല്ലാം കൂട്ടർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. കൂടുതൽ ഡിലേ കാര്യങ്ങളൊന്നും വേണ്ട. ഏകദേശം ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കണേ. കണ്ടല്ലോ ഗൈസ്, ഇങ്ങനെയൊക്കെ ആക്യുറസി ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിനൊക്കെ മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ മൂവ്മെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഒരു ഡ്രില്ല് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു 10-15 മിനിറ്റെങ്കിലും ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡ്രിൽസ്. കാരണം ജോയിസ്റ്റിക്ക് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും മാക്സിമം തേർഡ് ലേഔട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നേരെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ സിക്സ് ആക്കി ഇത് ഓടുക. കമ്പി തട്ടാൻ പാടില്ല. ഇതൊരു മിനിമം 5 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെയിം പ്രോസസ്സ് വെച്ചിട്ട് വേറൊരു സാധനമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആദ്യമേ ഇതൊരു 5 വട്ടം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നേരെ ഗണ്ണെടുക്കുക, ഗണ്ണ് മാറ്റുക, ക്രൗച്ച് ചെയ്യുക. ഇങ്ങനെ ഗണ്ണെടുത്തും ഗണ്ണ് മാറ്റിയും ക്രൗച്ച് ചെയ്ത് ഇങ്ങനെ സിക്സ് ആക്കി ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം സാധനം തന്നെ റിപ്പീറ്റ്. പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും 2 എണ്ണത്തിന് ട്രേസ് ചെയ്യണം. വീണ്ടും ഈ പരിപാടി തന്നെ റിപ്പീറ്റ്. നേരെ ബാക്ക് വലിയ ഇങ്ങനെ സിക്സ് ആക്കിയിട്ട് തിരിച്ചു വരിക. വീണ്ടും ഗൈസ് ഗണ്ണ് മാറ്റാനും ഇതാക്കാനും മറക്കല്ലേ. എന്നിട്ട് വീണ്ടും കറക്റ്റ് എടുത്തുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ട്രേസ് ചെയ്യുക. കണ്ടോ, ഓരോ പ്രാവശ്യം ട്രേസ് ചെയ്യുന്നവരും ബോർഡ് നിങ്ങൾ കൂട്ടിക്കുക. അതായത് നിങ്ങൾക്ക് മാക്സിമം എയിം ട്രാൻസ്ഫർ കൂടും. ഗൈസിന് നേരെ സെക്കൻഡ് ഡ്രില്ല് കാണിച്ചു തരാം. നേരെ ഇവിടെ വന്നിട്ട് ഇരിക്കുക. എന്നിട്ട് ഓരോ ബോർഡ് ഇരിക്കണുണ്ടോ, ഇതിൻ്റെ ഓരോന്നിനും ഹെഡ് ഉണ്ടല്ലോ. ആ ഹെഡ് നൈസായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നൈസായിട്ട് ഫസ്റ്റ് തന്നെ എയിം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പഠിക്കുക. ആദ്യമേ പയ്യെ പഠിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അത് മൈൻഡിലോട്ട് പ്രോസസ്സ് ആവും. മൈൻഡിലോട്ട് പ്രോസസ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫാസ്റ്റായിട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യമേ ഇങ്ങനെ സ്കോപ്പ് ഓൺ ആക്കി പഠിക്കുക, പിന്നെ പയ്യെ ഫയർ ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾക്ക് നൈസായിട്ട് വെടിവെച്ച് ഉണ്ടോ ഇങ്ങനെ സിംഗിളായിട്ട് അടിച്ചു പഠിക്കുക. ലാസ്റ്റ് നിങ്ങൾക്ക് ഒറ്റ സ്പ്രേ തന്നെ അത് മാക്സിമം തീർക്കാൻ വേണ്ടി പറ്റും. കണ്ടല്ലോ ഗൈസ്, ഈ ഒരു ഡ്രില്ലുണ്ടല്ലോ ഒരു ദിവസം 15 മിനിറ്റെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണേ. എന്നാലാണ് നല്ല പ്രയോജനം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഗണ്ണിനകത്ത് അറ്റാച്ച്മെൻറ്റ് ഒന്നും പാടില്ല. ഞാനൊരു അറ്റാച്ച്മെൻറ്റ് പോലും ഇടാണ്ടാണ് ഇതൊക്കെ ട്രെയിൻ ചെയ്യണേ. ഗൈസ്, ഇനി 3ാമത്തെ ഡ്രില്ലാണ്. അതാണ് മെയിനായിട്ട് നിങ്ങളുടെ ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ഡ്രില്ല്. അതിനാദ്യമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ ട്രെയിനിങ് എടുക്കുക. അതിനകത്ത് സ്റ്റാൻഡേർഡ് ട്രെയിനിങ്ങിൽ ഫുള്ള് എൻ്റെ ഈ കൺട്രോൾസ് മൊത്തം നോക്കിക്കോണേ. അത് കഴിഞ്ഞിട്ട് ഈ ഒറ്റ ബോർഡ് മാത്രം ഇട്ടിട്ട് നേരെ സ്കോപ്പ് ഓൺ ചെയ്തിട്ട് ഇതിന് പുറത്ത് പോകാണ്ട് അതിൻ്റെ ഹെഡ് ട്രേസ് ചെയ്യാൻ നോക്കുക. ഗൈസ്, ഈ ഒരു ഡ്രില്ലുണ്ടല്ലോ 5 മിനിറ്റ് 10 മിനിറ്റ് അടുപ്പിച്ച് ചെയ്യണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡിലോട്ട് ക്ലിക്ക് ആകത്തുള്ളൂ. ഞാൻ ഈ ഡ്രില്ലൊന്നും ചെയ്യാറില്ല, ഞാൻ പറഞ്ഞു തരുന്നതാണ്. എനിക്ക് അറിയാവുന്ന ഒരു ഐഡിയ പറഞ്ഞു തരുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ സെയിം ഡ്രില്ല് തന്നെ 3 ബോർഡ് വെച്ച് ചെയ്യണേ. എന്നാലാണ് നിങ്ങളുടെ മിഡ് റേഞ്ചും ലോങ് റേഞ്ചും ഷോർട്ട് റേഞ്ചും സെറ്റ് ആകത്തുള്ളൂ. മച്ചാമാർ, ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നോൺ സ്കോപ്പ് എയിം സെറ്റ് ചെയ്യാനാണ്. അതിന് നേരെ ഇവിടെ വന്നിട്ട് എല്ലാം ഫുൾ ഇടുക. അതിനകത്ത് 3ാമത്തെ ബോർഡ് മാത്രം ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുക. ആ ഒരു പോയിന്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ബോർഡിന് ഡാമേജ് ആവില്ല. അപ്പോൾ നേരെ ആ ഒരു ബോർഡ് സെറ്റ് ആകുമ്പോൾ നിങ്ങൾ നേരെ വന്നിട്ട് ആ ബോർഡിനെ ട്രേസ് ചെയ്യുക. അപ്പോൾ ആ ബോർഡിൻ്റെ മൂവ്മെൻ്റ് എടുത്ത് ട്രേസ് ചെയ്ത് ഫയർ ചെയ്യുക. ഗൈസ്, ഇത് ചെയ്യുന്നതിനിടയിൽ തന്നെ നിങ്ങൾക്ക് റിഫ്ലെക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളൊരു സ്ഥലത്ത് വെടി വെച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ നേരെ റിഫ്ലെക്സ് എടുത്തിട്ട് ബോർഡിനെ അടിക്കുക. വേറൊരു സ്ഥലം നേരെ വീണ്ടും ഫയർ ചെയ്യുക. പെട്ടെന്ന് റിഫ്ലെക്സ് എടുത്ത് ബോർഡിനെ ഫോക്കസ് ചെയ്യുക. കണ്ടോ ഗൈസ്, ഈ ഒരു ഡ്രില്ല് ഒരു 5 മിനിറ്റ് നിങ്ങൾ ചെയ്യാമല്ലോ ദിവസം. അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഏകദേശം കുറച്ച് റിഫ്ലെക്സ് ഒക്കെ ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് അടുത്ത ഡ്രില്ലിലോട്ട് പോകും. അതാണ് മെയിൻ ഡ്രില്ല്. നമ്മുടെ എയിം ട്രാൻസ്ഫർ പക്കയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രില്ലാണത്. നേരെ താഴോട്ട് വരിക, ഡമ്മീസിനെ കാണുക. ഡമ്മീസായിട്ടുള്ള പരിപാടിയാണ്. ഇനി നമുക്ക് എല്ലാം ട്രെയിൻ ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ തന്നെ ഉണ്ട്. മാക്സിമം അത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി നമുക്ക് നേരെ ഡമ്മീസിൻ്റെ അടുത്തോട്ട് പോവുക. നേരെ ഇവിടെ വന്നിട്ട് നേരെ എന്ത് ചെയ്യുക, നമ്മൾ സ്കോപ്പ് ഓൺ ആക്കുക, ഫയർ ചെയ്യുക. ഓരോ ഡമ്മീസിൻ്റെ ഹെഡ് ട്രാൻസ്ഫർ ചെയ്യുക. കാണിച്ചു തരാൻ കണ്ടു കണ്ടോ, ഇങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങളുടെ എയിം ട്രാൻസ്ഫർ സെറ്റാവും. എയിം ട്രാൻസ്ഫർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് BGMI കളിക്കുന്നവർക്ക്. എയിം ട്രാൻസ്ഫർ ഇല്ലാണ്ട് ഇപ്പോൾ ഒന്നും നടക്കത്തില്ല. കാരണം നമ്മൾ ഒരാൾ ഫയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആൾ പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എയിം ട്രാൻസ്ഫർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും ഡിലേ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെ കൊല്ലും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഡ്രില്ല് ട്രെയിൻ ചെയ്യുക.
ഗൈസ് നമ്മൾ സ്കോപ്പ് ഓൺ ചെയ്ത് എയിം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കോപ്പ് ഇടാണ്ട് ഓരോ ഡമ്മീസിൻ്റെ ഹെഡ് എയിം ട്രാൻസ്ഫർ ചെയ്യുക. കണ്ടോ, മൂവ്മെൻറ്റ് എടുക്കാണ്ട് നമ്മൾ ഹെഡ് ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് ഓക്കെയാണ്. പിന്നെ നമ്മൾ ഗണ്ണിൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇടാൻ പാടില്ല. പക്ഷേ നമ്മൾ മൂവ്മെൻറ്റ് എടുത്ത് ഇങ്ങനെ ഗണ്ണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഹെഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മുടെ ബുള്ളറ്റ് ചോക്കാവും, അപ്പോൾ ഹെഡ് മിസ്സാവും. അപ്പോൾ നിങ്ങൾ അറ്റാച്ച്മെൻ്റ് ഇടാണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം ഗുണമാണ്. കാരണം അറ്റാച്ച്മെൻറ്റ് ഇടുമ്പോൾ ഇനിയും ബുള്ളറ്റ് സ്റ്റേബിൾ ആവും. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം സാധനം ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ട്രെയിനിങ്ങിലാണ് നിങ്ങൾ അറ്റാച്ച്മെൻറ്റ് ഇടാണ്ട് ഈ സാധനം ചെയ്യുക. ആദ്യമേ നിങ്ങൾ മൂവ്മെൻറ്റ് ഇടാണ്ട് എയിം ട്രാൻസ്ഫർ ചെയ്യണേ. കാരണം മൂവ്മെൻറ്റ് ഇടാണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഹെഡ് നൈസായിട്ട് കണക്റ്റ് ആവും. മൂവ്മെൻറ്റ് ഇടാണ്ട് 5 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൂവ്മെൻറ്റ് ഇട്ട് ട്രാൻസ്ഫർ ചെയ്യുക. മൂവ്മെൻറ്റ് ഇടുമ്പോൾ ബുള്ളറ്റ് മിസ്സാവും. കണ്ടോ, കാരണം നമ്മൾ മൂവ്മെൻറ്റ് ഇടുമ്പോൾ ബുള്ളറ്റ് ഒരു സ്ഥലത്ത് സ്റ്റേബിളായിട്ട് നിൽക്കത്തില്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാണ്. മാക്സിമം നിങ്ങൾ അറ്റാച്ച്മെൻറ്റ് ഇടാണ്ട് ഇത് ചെയ്യുക. ഇത് FPPയിൽ TPPയിൽ ഇങ്ങനെ തന്നെ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത് മാസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് എയിം ട്രാൻസ്ഫർ. ഗൈസ് ഇത് എളുപ്പത്തിൽ മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഐഡിയ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ഗണ്ണ് സിംഗിൾ മോഡിലിടുക. അത് കഴിഞ്ഞിട്ട് ഓരോന്നിൻ്റെ ഹെഡ് ഇങ്ങനെ മാറ്റി പയ്യെ ട്രാൻസ്ഫർ ചെയ്യുക. ഇത് നിങ്ങൾ പയ്യെ ഇങ്ങനെ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ, സിംഗിൾ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്പ്രേ ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം ആദ്യം സിംഗിൾ ഇട്ടിട്ട് ട്രൈ ചെയ്യുക. ഗൈസ് ഈ എയിം ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എയിം ട്രാൻസ്ഫർ ആണ് ഇനി ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണേ. അതിന് നേരെ നിങ്ങൾ ഇവിടെ വരിക. അത് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വിൻഡോസ് ഇല്ലേ, വിൻഡോസിലോട്ട് ഏതെങ്കിലുമൊക്കെ ഒരു സ്കോപ്പ് ഇട്ടിട്ട് പയ്യെ അതിൻ്റെ വിൻഡോസ് വെച്ചിട്ട് എയിം ട്രാൻസ്ഫർ ചെയ്യുക. കണ്ടോ, ഓരോ വിൻഡോസിലൂടെ ഇങ്ങനെ എയിം ഷിഫ്റ്റ് ചെയ്ത് പോവുക. കണ്ടോ, ഇത് ഭയങ്കര ഈസിയുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഉപകാരമുള്ളൊരു പരിപാടിയാണ്. ഇത് നിങ്ങൾ ഓരോ സ്കോപ്പും ട്രൈ ചെയ്യുക. 4X ആണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം 4Xനാണ് ഏറ്റവും കൂടുതൽ ഇത് കുറവ്, സ്റ്റേബിലിറ്റി കുറവ്. ഗൈസ് ഇനിയാണ് നമ്മുടെ മെയിൻ ഡ്രില്ല്. നമ്മുടെ മറ്റേ സ്പോർട്സ് പ്ലേയേഴ്സും കുറേ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ 3 ബുള്ളറ്റ് സ്പ്രേ ചെയ്തിട്ട് 3 ഹെഡ് കണക്റ്റ് ആയിട്ട് എനിമി ഡൗൺ ആവണ മാസ് വീഡിയോസൊക്കെ ഇട്ടുണ്ടാവും. അതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ബർസ്റ്റ് സ്പ്രേ എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിന് പറയണേ. അപ്പോൾ ഈ ഒരു സ്പ്രേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു കിടക്കാച്ചി കിട്ടിയിട്ട് വന്നവരേക്കും എല്ലാ ചങ്കുപടീസിനും ബൈ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെ എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് ഇങ്ങനെ സൗണ്ട് ഇട്ടിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ അറിയാൻ പാടുള്ള കാര്യം പറയാലോ. അപ്പോൾ അടുത്ത ദിവസം കാണാം. ടാറ്റ ബൈ.